ദുബായ് ഗ്ലോബൽ വില്ലേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു എന്ന വാർത്ത വരികയാണ്. സുരക്ഷാ നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് ഗ്ലോബൽ വില്ലേജ് അധികൃതർ അറിയിച്ചു. ഗ്ലോബൽ വില്ലേജ് വീണ്ടും തുറക്കുന്നതടക്കമുള്ള വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിലും സമൂഹ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിക്കും. സുരേഷ് വെള്ളിപ്പറ്റുമുണ്ട്. സുരേഷ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, ആശങ്കകൾ അത് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ അടച്ചിടൽ വരുന്നത്? പ്രതീക്ഷ, അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് UAE-ക്കെതിരെ ഇന്നുണ്ടായ ആക്രമണങ്ങളുടെ വിവരങ്ങൾ UAE പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. 33 ആക്രമണ ശ്രമങ്ങൾ ഇറാനിൽ നിന്നും ഇന്നുണ്ടായി എന്നുള്ളതാണ് UAE പ്രതിരോധകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഈ 33 ആക്രമണ ശ്രമങ്ങളിൽ 15 മിസൈലുകളും 18 ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യമിട്ടു എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഈ 15 മിസൈലുകൾ വന്നതിൽ 12 മിസൈലുകൾ UAE തകർത്തു, 3 മിസൈലുകൾ കടലിൽ പതിച്ചു. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നീട് 18 ഡ്രോണുകളാണ് രാജ്യത്തേക്ക് വന്നത്. അതിൽ ഒന്ന് മാത്രമാണ് UAE-യുടെ അതിർത്തിയിൽ വീണത്. മറ്റുള്ള എല്ലാ ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നും പ്രതിരോധകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഇനി പ്രതീക്ഷ പറഞ്ഞ ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നത്, ഒരുപക്ഷെ ഗ്ലോബൽ വില്ലേജ് ഇത്രയും അധികം നാളുകൾ തുടർച്ചയായി അടച്ചിടുന്നത് ഗ്ലോബൽ വില്ലേജിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കണം. കാരണം ഈ മാസം ദുബായ് ഗ്ലോബൽ വില്ലേജ് അടച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നൽകുന്നത് സുരേഷ് വെള്ളിമറ്റം.